Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാസ് സ്കൂളിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ എൻ്റെ കൃഷ്ണാസ് സ്കൂളിലേക്ക് ഉണ്ടായിരുന്നില്ല. കാണാത്തതിൽ വിഷമമൊന്നും തോന്നണ്ട, ഞാൻ കുറച്ച് തിരക്കിലായി. നമ്മുടെ സിനിമ ആലിയുടെ കുറച്ച് വർക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഓട്ടവും അറിയാലോ, സെൻസറിങ് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് കാരണം എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാനോ ഒന്നും റെക്കോർഡ് ചെയ്യാനോ ഒന്നും ഇടാനും സാധിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നുകൂടെ ഒരു വീക്ക് മിസ്സായി എങ്കിലും നമ്മൾ പിന്നെയും കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, നമ്മുടെ സിനിമാ സുഹൃത്തുക്കൾക്ക് അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ സെൻസറിങ്ങിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട്. ഒന്നിലധികം ലാംഗ്വേജിലേക്ക് നമ്മൾ സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ, ഐ മീൻ സിനിമയുടെ സെൻസറിങ്ങിന് പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് കൊടുത്ത് സെൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ADCC എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു നെക്സ്റ്റ് എപ്പിസോഡിലെ കാര്യം ഞാൻ ഡീറ്റെയിൽ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ട് ഫെബ്രുവരി ലാസ്റ്റ് മന്ത് മാർച്ച് ഓൺവേർഡ്സ് പുതിയ ചേഞ്ചസ് വരികയാണ്. ഇപ്പം തന്നെ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കും കുറച്ചൊന്ന് ഓടേണ്ടി വന്നു. ബട്ട് എനി ഹൗ എല്ലാം നല്ലതായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. C. സദാനന്ദൻ മാസ്റ്റർ. കുറേ പേരൊക്കെ ഈ പേര് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ കുറച്ച് ഫേമസ് ആണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഒരു ടീച്ചറാണ്, അതുപോലെ സോഷ്യൽ വർക്കർ കൂടിയാണ്. ഹീസ് ഓൾസോ ദ വൈസ് പ്രസിഡന്റ് ഓഫ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ഓഫ് കേരള. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ അദ്ദേഹം നല്ലൊരു ടീച്ചറാണ്, എങ്ങനെ നല്ലൊരു സോഷ്യൽ വർക്കറായി എന്നുള്ളതിൻ്റെ കഥയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യസഭയിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർ അദ്ദേഹത്തിനോട് സംസാരിക്കാനായിട്ട് എണീക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുള്ളിയുടെ 2 വെപ്പ് കാല് എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അതിനുശേഷം ഇരുന്നു കൊണ്ടാണ് സ്പീച്ച് ചെയ്തത്. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എണീറ്റ് നിൽക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എണീറ്റ് നിൽക്കാത്തതിൻ്റെ കാരണമാണ് എൻ്റെ ഈ 2 കാലുകൾ, എന്നാൽ പൊയ്ക്കാലുകൾ, വെപ്പുകാലാണ്, എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലല്ല സംഭവം. ആക്ച്വലി പുള്ളിക്ക് സോഷ്യൽ വർക്കാണ്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ഏത് രാഷ്ട്രീയമായാലും അത് നമ്മളെ ബാധിക്കുന്നതല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിൽ ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടി ഗ്രൂപ്പിലുണ്ട്. മറ്റൊരു പാർട്ടി ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ കാല് 30ാമത്തെ വയസ്സിൽ കട്ട് ചെയ്ത് കളയുക ചെയ്ത്. അത് ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം, വെട്ടും കുത്തും ചെയ്യുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ആ ഒരു വെട്ടും കുത്തുമുള്ള ആ സമയത്ത് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, ഒരു ചുവന്ന കളറുള്ള കൊടികൾ. ഓക്കെ, അപ്പം അവർ കാലുകൾ, ഇദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളഞ്ഞ്, അങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഇവർ എന്താ പറയുക, ഏത് രീതിയിലും ഇനി ഒരു പ്രവർത്തനം സോഷ്യൽ വർക്കറായിട്ടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മെമ്പറായിട്ടോ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് ആക്ച്വലി അത് വരുമ്പോൾ അതിന് മുമ്പേ അതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് അനുബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ നടക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് മുമ്പേ ചെയ്ത കാര്യമാണിത്. അങ്ങനെ 2 കാലം നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇന്ന് 39ാമത്തെ വയസ്സിൽ ഹാപ്പനാണ് കേട്ടോ. ഇപ്പം ഇന്ന് അദ്ദേഹം പാർലമെന്റ് രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സാണ്. ഈ പൊയ്ക്കാല് വെച്ചിട്ടും അദ്ദേഹം അവിടെ വരെ എത്തി. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും ദ്രോഹം അദ്ദേഹത്തിനോട് ചെയ്തിട്ടും അത് ഓവർകം ചെയ്ത് ഈ 72ാമത്തെ വയസ്സിൽ ഇപ്പം എല്ലാവർക്കും അറിയാം, C. സദാനന്ദൻ മാസ്റ്റർ തന്നെ എല്ലാവർക്കും അറിയാം, രാജ്യസഭ വരെ എത്തുകയും ചെയ്തു. അപ്പം അതിൽ നമുക്ക് പ്രൗഡായിട്ട് തന്നെ ഫീൽ ചെയ്യും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കിടന്നില്ല, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു, നല്ല രീതിയിൽ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ C. സദാനന്ദൻ എന്ന് പറയുന്ന ഈ മാസ്റ്റർ ഈ 42 ഇയേഴ്സ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സോഷ്യൽ വർക്കിംഗ് ഒക്കെ ചെയ്ത് എന്നാലും ഒരു സ്ഥാനത്തിപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കാലിൻ്റെ പൊയ്ക്കാലുകൾ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പോലും അതിന് വരെ എഗൻസ്റ്റ്, അത് കണ്ടിട്ട് പോലും ചില പാർട്ടിയിലുള്ള ആളുകൾ കളിയാക്കിക്കൊണ്ട് സംസാരിക്കണ്ടായി. കാര്യം അവിടെ ഒരു നിയമമുണ്ട്, ഒരു ഒബ്ജക്റ്റും ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വെച്ച സാധനം 2 പൊയ്ക്കാലുകളാണ്. കാര്യം അതിന് ചോദിച്ചു, എന്താണ് ചോദിച്ചത്,
നിങ്ങൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അദ്ദേഹം കാണിച്ചത്. കാര്യം എണീറ്റിരിക്കാൻ പറ്റത്തില്ല അത് കാണിക്കാനായിട്ട്. അപ്പം പകരം അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും എടുത്തു വെച്ചു. ആ കാലുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആളുകളുടെ കൈയും കാലും വെട്ടിയെടുക്കുക, എന്നിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 30ാമത്തെ വയസ്സിൽ നടന്ന സംഭവം ഈ 72ാമത്തെ വയസ്സ് വരെ 72ാമത്തെ വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുകയും ഈ 42 കൊല്ലവും അദ്ദേഹം എത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ റെക്കഗ്നീഷൻ ആഫ്റ്റർ 42 ഇയേഴ്സ് ആണത് കിട്ടിയത്. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിരുന്ന അല്ലെ അദ്ദേഹം ജോയിൻ ചെയ്ത പാർട്ടിയിലുള്ളവർ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഒരിക്കലും സി സദാനന്ദൻ മാസ്റ്റർ പോലുള്ളവർക്ക് ഒരു അംഗീകാരം ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒരു വേണമെങ്കിൽ രക്തസാക്ഷിയാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. കാരണം ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് വേണേൽ പറയാം ഇല്ലേ. കാലുകൾ വെട്ടി മുറിച്ച് മാറ്റിയിട്ട് പോലും ഇപ്പോഴും ജീവിച്ചിരുന്നുകൊണ്ട് ഇപ്പോഴും സോഷ്യൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായി നിൽക്കുന്ന സി സദാനന്ദൻ മാസ്റ്ററിന് ഒരു സല്യൂട്ട്. സി സദാനന്ദൻ മാസ്റ്റർ പോലുള്ളവരെ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാതൃകയായി കാണേണ്ടത്. അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹം പറഞ്ഞത് തന്നെ പറയാം. He was addressing the Rajya Sabha on February 2nd, 2026. He placed his artificial limbs on the table during his maiden speech. Those who were roaring about democracy committed an attack upon me 31 years ago in Kerala. അപ്പോൾ അദ്ദേഹം ഡെമോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. ഡെമോക്രസിയുടെ കാര്യം എന്താണെന്ന് പറയുന്നത്. I was returning home when organized criminals caught me from behind, put me down on the road and cut my legs, shouting Inqilab Zindabad. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പേരൊക്കെയാണ് ഡെമോക്രസി നടപ്പിലാക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരൊക്കെ തന്നെയാണ് ഇത് തരത്തിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ഡെമോക്രസി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാർട്ടിക്ക് അഗൻസ്റ്റോ മറ്റതിനെ കുറിച്ചോ ഒന്നും അല്ല, ഞാൻ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എങ്ങനെയാണ് നമുക്ക് വേറൊരാളെ വെട്ടാനും കൊല്ലാനും ചതിക്കാനും ഒക്കെ കഴിയുന്നത്? ചതി പിന്നെയും പോട്ടെ, പക്ഷേ ഈ വെട്ടാനും കൊല്ലാനും എങ്ങനെ ഇവർക്ക് കഴിയുന്നു? അപ്പോൾ ഇവരെ മനുഷ്യരായിട്ടാണോ മൃഗങ്ങളായിട്ടാണോ നമ്മൾ കാണേണ്ടത്? മൃഗങ്ങൾക്ക് പോലും there are some rules എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവർ പോലും എന്താ പറയുക, സ്വന്തമായിട്ടുള്ള ഇപ്പം എനിക്കറിയില്ല ലയനെ ഒന്നും കൊല്ലുന്നതും അവർക്ക് വേറെ അനിമൽസിനെ അവരുടെ പ്രേ ആയിട്ടുണ്ട്. ലൈക്ക് അവരുടെ ഭക്ഷണത്തിന് വേറെ അനിമൽസിനാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മനുഷ്യനെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയും സി സദാനന്ദൻ മാസ്റ്റർ പോലുള്ളവരൊന്നും കഷ്ടപ്പെടാതിരിക്കട്ടെ. നല്ല മനുഷ്യബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.